നമസ്കാരം. നല്ലവരായ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് നവഗ്രഹങ്ങളുടെ ദോഷപരിഹാരത്തിനായി ധരിക്കുന്ന പതിവുണ്ട്. മാണിക്യം, മുത്ത്, പവിഴം, മരതകം, പുഷ്യരാഗം, വജ്രം, ഇന്ദ്രനീലം, ഗോമേതകം, വൈഡൂര്യം എന്നിവയാണ് നവരത്നങ്ങൾ. സ്ത്രീകൾ ഇടതുകൈയിലും പുരുഷന്മാർ വലതുകൈയിലുമാണ് ധരിക്കേണ്ടത്. ശനിയുടെ രത്നമായ ഇന്ദ്രനീലം ധരിക്കുന്നത് ശനിദോഷ പരിഹാരത്തിനു വേണ്ടിയാണ്. ഇരുമ്പുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ ഇത് ധരിക്കുന്നത് വളരെ നല്ലതാണ്. ആത്മീയതയുടെയും ദിവ്യമായ പ്രണയത്തിൻ്റെയും എല്ലാം രത്നമായാണ് ഇത് അറിയപ്പെടുന്നത്. പലാസുരൻ എന്ന അസുരൻ്റെ ശരീരഭാഗങ്ങളിൽ ഉണ്ടായതെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. അസുരരാജാവിൻ്റെ നേത്രങ്ങളാണ് ഇന്ദ്രനീലക്കല്ലുകളായി മാറിയതെന്നാണ് വിശ്വാസം. നേത്ര സംബന്ധമായ അസുഖങ്ങൾ വരുന്നത് ഞരമ്പുകളുടെ തകരാറുകൊണ്ടാണ്. അതിനാൽ നേത്ര സംബന്ധമായ അസുഖങ്ങൾക്ക് ഇന്ദ്രനീലം ഒരു ഔഷധമായി പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. ഉയർച്ചയുടെയും താഴ്ചയുടെയും ധനത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും കാരകനാണ് ശനി. അതിനാൽ ഒരാളെ പെട്ടെന്ന് ധനവാനാക്കാനും പ്രശസ്തനാക്കാനും ഇന്ദ്രനീലത്തിന് കഴിയുമെന്നാണ് വിശ്വാസം. കൂടാതെ ഇന്ദ്രനീലം ധരിക്കുന്നവരുടെ മനസ്സിൽ അനാവശ്യ ചിന്തകൾ വരികയോ മോശമായ പ്രവൃത്തികൾ ചെയ്യുകയോ ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. രത്നധാരണത്തിലൂടെ വേറെയും ഗുണങ്ങളുണ്ട്. വേണ്ടപ്പെട്ടവരെയും മുതിർന്നവരെയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. ഭൂതപ്രേത പിശാചുക്കളുടെയും ശത്രുക്കളുടെയും ശല്യമുണ്ടാകില്ല. ഇത് ധരിച്ചാൽ മനോധൈര്യം കൂടുമെന്നാണ് വിശ്വാസം. നല്ല ഇന്ദ്രനീലത്തിൽ സൂര്യരശ്മികൾ പതിച്ചാൽ നീലരശ്മികൾ പുറപ്പെടുന്നതായി തോന്നും. നല്ല ഇന്ദ്രനീലം പാലിലിട്ടാൽ പാലിൽ നീലനിറം പടരുന്നതായി കാണാൻ കഴിയും. വെളുപ്പ് പടർന്നതും പൊട്ടൽ, കുഴി, പുള്ളി എന്നിവ ഉള്ളതുമായ ഇന്ദ്രനീലം അശുഭമാണ്. അവ ധരിക്കാൻ പാടുള്ളതല്ല. ഇടവം, മിഥുനം, കന്നി, തുലാം, മകരം, കുംഭം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർക്കാണ് ഇന്ദ്രനീലം ഏറ്റവും ശുഭകരമായിട്ടുള്ളത്. ഇന്ദ്രനീലം ആദ്യമായി ധരിക്കുന്നവർ ശനിയാഴ്ച രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം, അതായത് ശനിയുടെ കാലഹോരയിൽ ധരിക്കുന്നതാണ് ഉത്തമം. നന്ദി, നമസ്കാരം.